അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബാ, സ്വർഗ്ഗത്തിലേക്ക് എളുപ്പത്തിൽ കടന്നു പോകുന്ന ഒരു വഴി പറഞ്ഞു തരട്ടെ സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ മുമ്പിലിരിക്കുന്ന സഹാബത്തിനോട് ചോദിക്കുകയാണ്, റബ്ബിന്റെ സ്വർഗ്ഗത്തിലേക്ക് പെട്ടെന്ന് കടന്നു പോകുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരട്ടെയോ? യാ റസൂലല്ലാഹ്, നബിയേ പറഞ്ഞതാ നബിയേ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പെട്ടെന്ന് കടന്നു പോകാൻ കഴിയുന്ന നന്മ എന്താ? നബി തങ്ങളോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? ഇന്ന് വഅദ കഴിഞ്ഞ് ഇവിടുന്ന് എല്ലാവരും വീട്ടിലേക്ക് നടന്നു പോകുമല്ലോ. ആ നടന്നു പോകുന്ന വഴിയിൽ ഒരു കമ്പ് കിടക്കുന്നു, ഒരു കല്ല് കിടക്കുന്നു. വഴിയിലൂടെ നടന്നു പോകുന്ന മനുഷ്യന് പ്രയാസകരമായ അവസ്ഥയിൽ ആ വഴിയിൽ എന്തെങ്കിലും ഒരു വസ്തു കിടക്കുന്നു, അത് നീ എടുത്തു മാറ്റിയാ നിനക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പ്രവാചകന്റെ രണ്ടാമത്തെ ചോദ്യം എന്തെന്നറിയോ? സഹാബാ, നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന ഒരു പാപം പറഞ്ഞു തരട്ടെയോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന ഒരു പാപം പറഞ്ഞു തരട്ടെയോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ എന്താണ് നബിയേ, എന്താണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരുപാട് സൂറത്തുകള്, ഒരുപാട് ആയത്തുകള് ഞാനും നിങ്ങളും പഠിച്ചവരാണ്. ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരുപാട് സൂറത്തുകളും ഒരുപാട് ആയത്തുകളും പഠിച്ചവരാ. 30ാമത്തെ ജുസ് പഠിച്ചവരല്ലേ, യാസീൻ പഠിച്ചവരല്ലേ, ആയത്തുൽ കുർസി പഠിച്ചവരല്ലേ, ആമന റസൂൽ പഠിച്ചവരല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനിലെ ഒരുപാട് ആയത്തുകൾ ഞാനും നിങ്ങളും പഠിച്ചവരാ. എന്നാൽ ഇരിക്കുന്നവരോട് ചോദിക്കട്ടെ, നിങ്ങൾ പഠിച്ച സൂറത്തുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ പഠിച്ച ആയത്തുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന പാപമേതാ? അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ചിട്ട് മറന്നു കളയലാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിച്ചിട്ട് അത് സൂറത്താണെങ്കിലും ആയത്താണെങ്കിലും 114 സൂറത്തുകളാണെങ്കിലും അല്ലാഹുവിന്റെ കലാം പഠിച്ചിട്ട് മറന്നു കളഞ്ഞ അവൻ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ വന്നവരോട് പറയുകയാ, കളിയല്ല, തമാശയല്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോ, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതുന്നത് കേൾക്കുമ്പോ നീ അതിനെ ആദരിക്കണേ, നീ അതിനെ ബഹുമാനിക്കണേ. ഖുർആനാണെന്നുള്ള ചിന്ത വേണേ, അല്ലാഹുവിന്റെ കലാമാണെന്നുള്ള ഓർമ്മ വേണേ. അല്ലാതെ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളഞ്ഞാൽ, ഒരു ചെവിയിലൂടെ കേട്ടിട്ട് മറു ചെവിയിലൂടെ കളഞ്ഞാൽ ഖുർആൻ എടുത്ത് വെച്ച് പാരായണം ചെയ്യുകയാണ്. മരണത്തിന്റെ ആയത്ത്, ഖബറിന്റെ ആയത്ത്, മസ്റയുടെ ആയത്ത്, നരകത്തിന്റെ ആയത്ത്, അല്ലാഹുവിന്റെ അദാബുകളെ കുറിച്ച് പറയുന്ന ആയത്ത്, ഈ ആയത്തുകളൊക്കെ പാരായണം ചെയ്യുന്നുണ്ട്. പക്ഷേ നിന്റെ ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങുന്നില്ല, നീ ചിന്തിക്കുന്നില്ല, അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കുന്നില്ല. എങ്കിൽ അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ അറിയണോ? അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയോ? ശുദ്ധമായ കലാമിനെ പരിഗണിക്കാത്തവര്, എന്റെ പ്രിയപ്പെട്ടവരെ, ഉപ്പ ചോദിക്കാറുണ്ടല്ലോ, ഉമ്മമാര് ചോദിക്കാറുണ്ടല്ലോ, ഉസ്താദേ പ്രായം ചെന്നിട്ടും എന്തേ എന്റെ വാപ്പ നന്നാകാത്തത്? 40 കഴിഞ്ഞു, 50 കഴിഞ്ഞു, 60 വയസ്സായി, വാപ്പയുടെ ദുസ്വഭാവങ്ങളൊന്നും മാറുന്നില്ല, വാപ്പയുടെ സ്വഭാവത്തിനൊരു മാറ്റവുമില്ല, ഉമ്മയുടെ സ്വഭാവത്തിനൊരു മാറ്റവുമില്ല. മക്കള് ചോദിക്കുന്നു, പ്രായമായിട്ടും എന്റെ ഉമ്മ നന്നാകുന്നില്ലല്ലോ, എന്റെ വാപ്പ നന്നാകുന്നില്ലല്ലോ. മാതാപിതാക്കള് ചോദിക്കുന്ന, ഉസ്താദേ 18 വയസ്സുള്ള എന്റെ പൊന്നുമകൻ എന്നെ
തല്ലാൻ വരുന്നു, കള്ള് കുടിക്കുന്നു, കഞ്ചാവടിക്കുന്നു, പ്ലസ്വിന് പഠിക്കുന്ന 18 വയസ്സുള്ള പൊന്നാര മകളെ കണ്ടവന്റെ കൂടെ ഇറങ്ങി പോകുന്നു. ഉസ്താദേ, എന്റെ മകൾക്ക് എന്തു പറ്റി ഉസ്താദ്? എന്റെ പൊന്നുമോളെ എത്ര ഉപദേശിച്ചിട്ടും നന്നാകുന്നില്ലല്ലോ, എന്റെ മക്കളെ എത്ര വാഴ കേട്ടിട്ടും നന്നാകുന്നില്ലല്ലോ, എന്റെ പള്ളിയുടെ മുറ്റത്ത് കിടന്നിട്ട് പോലും നിസ്കരിക്കാൻ കേറുന്നില്ലല്ലോ. എന്താണ് അതിന്റെ കാരണമെന്നറിയോ? മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ നമ്മുടെ ഉമ്മമാര് പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് മഗ്‌രിബിന്റെ സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ നമ്മുടെ ഉമ്മമാര് പരിശുദ്ധമായ ഖുർആൻ എടുത്ത് കയ്യിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് ഓതുന്ന ഒന്നാമതോതുന്ന സൂറത്ത് ഏതാ? സൂറത്തുൽ വാഖിയ. സൂറത്തുൽ വാഖിയ, സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുകയാണ്. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുകയാണ്. സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യുകയാണ്. സൂറത്തു സജദ പാരായണം ചെയ്യുകയാ. സൂറത്തു യാസീൻ പാരായണം ചെയ്യുകയാ. മഗ്‌രിബിന്റെ ഇശാഇന്റെ ഇടയില്, മഗ്‌രിബിന്റെയും ഇശാഇന്റെയും ഇടയില് നമ്മുടെ ഉമ്മമാര് 5 സൂറത്തുകൾ പാരായണം ചെയ്യും. നിനക്കറിയുമോ അതിന്റെ മഹത്വം എന്താണെന്ന്? ഈ 5 സൂറത്തിന്റെ മഹത്വം എന്താണെന്ന് നിനക്കറിയുമോ? ഇദാ വഖഅത്തിൽ വാഖിയ ലൈസ ലിവഖഅതിഹാ കാദിബാ. സൂറത്തുൽ വാഖിയ എന്ന് പറയുന്ന 2.4 പേജുള്ള സൂറത്തിന്റെ മഹത്വം നിനക്കറിയോ? എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര്, ഈ മക്കളെ കെട്ടിക്കാനല്ലേ കഷ്ടപ്പെടുന്നത്, മക്കളെ വളർത്താനല്ലേ കഷ്ടപ്പെടുന്നത്, ദാരിദ്ര്യത്തെ ഭയന്നിട്ടല്ലേ രാവും പകലും ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്, ദാരിദ്ര്യം വരുമെന്നുള്ള ഭയം കൊണ്ട് ജീവിക്കുന്നവര്, പെൺമക്കളെ കെട്ടിക്കാൻ സങ്കടപ്പെടുന്നവര്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ വാഖിയ, നിനക്കതിന്റെ അർത്ഥം അറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, ഏത് വീട്ടിലാണോ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്നത്, മഗ്‌രിബിന്റെ ഇശാഇന്റെ ഇടയില് ഏത് വീട്ടിലാണോ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്നത്, ആ വീട്ടിൽ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പിരിവെടുക്കണ്ട വാപ്പാ, മക്കളെ കെട്ടിക്കാൻ എന്ത് ചെയ്യുമെന്ന് സങ്കടപ്പെടണ്ട, പലിശക്കെടുക്കണ്ട, നീ ലോണെടുക്കണ്ട, ഹറാമിന്റെ വഴി തേടണ്ട, നിന്റെ പെൺമക്കളോട് നിനക്ക് പറയാൻ കഴിയുമോ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യാൻ? ഏതെങ്കിലും ഒരു വീടിനകത്ത് സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താ അല്ലാഹു ആ വീട്ടിലെ ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട്, പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് അതിനെ ബഹുമാനിക്കാത്തവനുണ്ടല്ലോ, അതിനെ പരിഗണിക്കാത്തവനുണ്ടല്ലോ, അവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയുമോ? വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി. ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, നിങ്ങൾ ഏതെങ്കിലും പുസ്തകങ്ങൾ വായിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ കലാമ് വായിക്കല്ലേ, അതിന് നിങ്ങൾ നിസ്സാരമായി കാണല്ലേ, അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണേ, അതിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കണേ. ഇല്ലെങ്കിൽ അല്ലാഹു തരുന്ന ശിക്ഷ എന്താ? ഇല്ലെങ്കിൽ അല്ലാഹു തരുന്ന ശിക്ഷ എന്താ? അല്ലാഹു പറയുകയാ, വഇൻ തദ്ഉഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. ഹൃദയത്തിലൊരു കടുകുമണികളാളവെങ്കിലും ഈമാനുള്ളവര്, ഇത് നിന്നെ ഭയപ്പെടുത്തണം ബാപ്പാ, ഇത് നിന്നെ ഭയപ്പെടുത്തണം പെങ്ങള്. സിറാജല്ല പറയുന്നത്, അല്ലാഹയാ പറയുന്നത്, വഇൻ തദ്ഉഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. വിശുദ്ധമായ ഖുർആൻ അത് പാരായണം ചെയ്യുമ്പോ, അത് കേൾക്കുമ്പോ അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണം. അല്ലാതെ പത്രം വായിക്കുന്നത് പോലെ ഖുർആൻ തീർത്തേണ്ട കാര്യമില്ല. 30 ജുസ് ഓതി തീർത്ത് 5 ഖത്ത ഓതി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോ ചിന്തിക്കണം.
നീ ഭയപ്പെടണം, അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണം. അതിനുള്ള സ്ഥാനം നീ കൊടുത്തില്ലെങ്കിൽ അല്ലാഹ് നിനക്ക് തരുന്ന ഒന്നാമത്തെ ശിക്ഷ, നിന്റെ ഹൃദയത്തിനകത്ത് ഈമാനിന്റെ വെളിച്ചം പിന്നെ ഒരു കാലത്തും കേറൂല. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഒരു കാലത്തും 100 വാഴ കേട്ടാലും നീ നന്നാവൂല. ഇനി രാവും പകലും വാഴ കേട്ടാലും, ഇനി എന്തൊക്കെ നിന്റെ കണ്ണിന്റെ മുമ്പിൽ കാണിച്ചാലും നിന്റെ ഹൃദയത്തിനകത്ത് ഒരല്പം പോലും ഈമാനിന്റെ വെളിച്ചം കേറൂല. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതാ ചെറുപ്പക്കാര് പറയുന്നത്, സിറാജ് നീയൊക്കെ എത്ര വാഴ പറഞ്ഞാലും ഞങ്ങൾ ഇങ്ങനെ, നിങ്ങൾ എത്ര വാഴ പറഞ്ഞാലും, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഞങ്ങൾ ഇങ്ങനെ തന്നെ. വെറുതെ കിടന്നിട്ട് നിങ്ങളുടെ തൊണ്ട കളയണ്ട. എന്തേ ഉസ്താദ് എന്റെ വാപ്പ നന്നാകാത്ത? വാപ്പ നന്നാകത്തിന്റെ കാരണം ഞാൻ പറഞ്ഞു. എടോ അല്ലാഹ് പറയുകയാ, അവരുടെ ഹൃദയത്തിനകത്ത് ഈമാനിന്റെ വെളിച്ചം കേറൂല. 18 വയസ്സുള്ളവൻ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ, അവൻ കഞ്ചാവ് അടിക്കുന്നു, അവൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, വാപ്പാടെ നേരെ നിന്ന് തല്ലാൻ കൈവക്കുന്നു, ഉമ്മാനെ ചീത്ത വിളിക്കുന്നു, കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകാൻ ബാഗും കെട്ടി റെഡിയാകുന്നു. എത്ര ഉപദേശിച്ചു, നേരെയാകുന്നില്ല. ഉമ്മ ചോദിക്കുകയാ, എന്റെ മോൾ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ, എന്റെ മകൻ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. അതിന്റെ കാരണം എന്തേ ഉപ്പ? അതിന്റെ കാരണമാണ് ഞാൻ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ എത്ര വഴുതു പറഞ്ഞാലും അവര് കേൾക്കൂല, നമ്മൾ എത്ര ഉപദേശിച്ചാലും അവര് കേൾക്കൂല. കാരണം ഞാൻ പറഞ്ഞതല്ല. വൈദ ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സാഗൂ അസാല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. നിന്റെ മക്കളുടെ ചെവി അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാണ്. നിന്റെ ചെവി അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാണ്. എത്ര വഅദ പറഞ്ഞാലും കേൾക്കൂല, എത്ര ഉപദേശം കൊടുത്താലും കേൾക്കൂല. നിന്റെ ചെവി അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാണ്. നിന്റെ ഹൃദയം അല്ലാഹു സീരി വെച്ചിരിക്കുകയാണ്. പിന്നകത്ത് കേറൂല, പിന്നകത്ത് കേറൂല. അതിന്റെ കാരണം നീ ഖുർആനിനെ കളിയാക്കിയതാ. അതിന്റെ കാരണം ഖുർആനിനെ നീ നിന്ദിച്ചതാ. അതിന്റെ കാരണം ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തില്ല, ആ ഖുർആനിന് കൊടുക്കേണ്ട ആദരവ് കൊടുത്തില്ല. നീ അതിനെ നിസാരമായി കണ്ടു, നീ അതിനെ സംഗീതം പോലെ കണ്ടു. അല്ലാഹുവിന്റെ കലാം അത് നിന്നെ നന്നാക്കാൻ തന്നതാണെന്നുള്ള ഓർമ്മ നിനക്കില്ലാതെ പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ ഖുർആനിനോട്, ആ ഖുർആൻ നമ്മളോട് പറയുമെന്നാണ്. ആ ഖുർആൻ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ച് ആ ഖുർആനിനോട് അല്ലാഹു പറയും, നിനക്ക് ഇഷ്ടമുള്ളവർക്ക് നീ സ്വർഗ്ഗം വാങ്ങിക്കൊടുക്ക്, നിനക്ക് ഇഷ്ടമുള്ളവർക്ക് നീ സ്വർഗ്ഗം വാങ്ങിക്കൊടുക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പഠിച്ചവര്, ഖുർആൻ പാരായണം ചെയ്തവര്, ഖുർആൻ ആദരിച്ചവര്, ആ ഖുർആൻ കൊണ്ടുപോകുമ്പോഴോ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ കലാമിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണേ. മരണത്തിന്റെ ആയത്തതിനർത്ഥം പഠിക്കണമെന്നില്ലല്ലോ. ഞങ്ങളെ പോലെ 7-8 വർഷമല്ലെങ്കിൽ 10 കൊല്ലം പോയിരുന്നിട്ട് നിങ്ങൾ കിതാബ് പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഈ സദസ്സിലിരിക്കുന്ന പ്രായമുള്ളവരോട് ചോദിക്കട്ടെ, ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിലും, ഖുർആനിന്റെ അർത്ഥം അറിയില്ലെങ്കിലും ചില ആയത്തുകൾ പാരായണം ചെയ്താൽ നിനക്കറിയാം അതിന്റെ അർത്ഥം എന്താ. ചില ആയത്തിന്റെ അർത്ഥം എന്താണെന്ന് ഖുർആൻ ഓതാത്ത അറിയാത്ത വാപ്പയ്ക്ക് പോലും അറിയാം. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ഒരു വാപ്പയോട് ഞാൻ പറഞ്ഞു തരണ്ട. മരണത്തെ കുറിച്ചാണ് പറയുന്നത്. ഇതുപോലെ ഒരുപാട് ആയത്തുകൾ ഞാൻ നിങ്ങളും പഠിച്ചവരാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ കേൾക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയണം സഹോദരാ. ഒരുപാട് പേര് നന്നായല്ലോ, എന്തേ ചെറുപ്പക്കാരാ നന്നാകാത്തത്? എന്തേ ചെറുപ്പക്കാരാ ജീവിതത്തിൽ മാറ്റം വരുത്താത്തത്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയാത്തത്? പണ്ടങ്ങനെയായിരുന്നടോ. അല്ലാഹുവിന്റെ
അല്ലാഹുവിന്റെ കലാം കേട്ട് നന്നായ ഒരുപാട് പേരുടെ ചരിത്രമുണ്ടല്ലോ. എത്രയോ മോശമായ ജീവിതം നയിച്ചവര്, കള്ളും പെണ്ണും കഞ്ചാവുമായി ജീവിച്ചിരുന്ന എത്രയോ പേരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഫുളൈൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. എന്റെ ചെറുപ്പക്കാർക്ക് പഠിക്കാൻ ഒരു ചരിത്രം പറയാ. ഫുളൈൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. വല്ലാത്ത ആരോഗ്യമാണ്. ആ ഫുളൈൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ സ്വഭാവം എന്തെന്നറിയോ? ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ട, ഏതെങ്കിലും ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട, ആ പെണ്ണുമായി ശാരീരികമായി ബന്ധപ്പെടുന്ന സഹോദരനാണ്. അങ്ങനെ ഒരു സ്വഭാവമുള്ള ചെറുപ്പക്കാരനാണ് ഫുളൈൽ. ഫുളൈൽ തന്റെ കൂട്ടുകാരുടെ കൂടെ ഇരിക്കുമ്പോ കൂട്ടുകാര് പറഞ്ഞു, ഫുളൈല്, ആ പോകുന്ന പെണ്ണിന് ഞങ്ങളെല്ലാവരും നോക്കിയിട്ട് അവളെ വളയ്ക്കാൻ പറ്റുന്നില്ല. ഞങ്ങളൊക്കെ എത്ര പരിശ്രമിച്ചിട്ടും ആ പോകുന്ന പെണ്ണിനെ നമ്മൾക്ക് പ്രേമിക്കാൻ കഴിയുന്നില്ല. ആ പെണ്ണ് ഞങ്ങളുടെ വരുതിയിലേക്ക് വരുന്നില്ല. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ആ പെണ്ണിനെ നീയൊന്ന് വളയ്ക്കടാ. ഫുളൈൽ എന്ന് പറയുന്നത് ചെറുപ്പക്കാരനോട് പറയുകയാണ്. ഫുളൈൽ അത് ഏറ്റെടുക്കുകയാണ്. ആ സുന്ദരിയായ പെണ്ണിന്റെ പുറകെ നടക്കുകയാണ്. എത്ര പരിശ്രമിച്ചിട്ടും ആ പെണ്ണ് വഴങ്ങി കൊടുക്കുന്നില്ല. എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ആ പെണ്ണ് സഹകരിക്കുന്നില്ല. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, ഫുളൈലിന് ദേഷ്യമായി, ഫുളൈലിന് വല്ലാത്ത വൈരാഗ്യമായി. കൂട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ടുപോകുമല്ലോ. അവസാനം ഫുളൈൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എന്ത് ചെയ്തെന്നറിയോ? ആരുമില്ലാതെ പാതിരാത്രിയിൽ ഈ പെണ്ണിന്റെ വീടിനകത്തേക്ക് കയറുകയാണ്. ഈ പെണ്ണിന്റെ വീടിനകത്തേക്ക് ഒറ്റയ്ക്കുള്ള സമയത്ത് വീടിനകത്തേക്ക് ബലം പ്രയോഗിച്ച് കയറുകയാണ്. ഈ സുന്ദരിയായ സ്വാലിഹത്തായ പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിനെ യഥാ പീഡിപ്പിക്കാൻ പോവുകയാണ്. ബലാത്സംഗം ചെയ്യുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. ആരോഗ്യം കാരണം ആ പെണ്ണിനെ കീഴ്പ്പെടുത്തി. എന്നിട്ട് അവരുടെ രണ്ട് കാലുകൾക്കിടയിൽ ഫുളൈൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പോയിരുന്നിട്ട് ആ പെണ്ണിനെ വ്യഭിചരിക്കാൻ പോകുമ്പോ അടുത്ത വീട്ടിലിരുന്നിട്ട് ഒരു പ്രായമുള്ള ഉമ്മ ഖുർആൻ ഓതുകയാ. അടുത്ത വീട്ടിലിരുന്നിട്ട് പ്രായമുള്ള ഒരു ഉമ്മ ഖുർആൻ ഓതുകയാ. ഏതായത്താ ഓതിയതെന്നറിയോ? അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ആ സുന്ദരിയായ പെണ്ണിനെ കീഴ്പ്പെടുത്തിയിട്ട് ബലാത്സംഗം ചെയ്യാൻ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ട് ഫുളൈൽ ഇരിക്കുമ്പോ അടുത്ത വീട്ടിലിരുന്നിട്ട് ഒരു ഉമ്മ പാരായണം ചെയ്ത ആയത്തേതാ? അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവേ, ആ പെണ്ണ് ചോദിക്കുന്നു, ഫുളൈല്, അല്ലാഹുവിന്റെ കലാം കേട്ടോടാ ഫുളൈല്, അല്ലാഹുവിന്റെ കലാം കേട്ടോ ഫുളൈല്. നന്നാകാ സമയമായില്ല, നിനക്ക് നിർത്താ സമയമായില്ല, നിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്താ സമയമായില്ല. ഫുളൈൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. ഖുർആനിലെ ഒരായത്ത് കേട്ടപ്പോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കേട്ടപ്പോ, ഫുളൈൽ എന്ന് പറയുന്ന തെമ്മാടിയായ ചെറുപ്പക്കാരൻ കാണുന്ന ഇഷ്ടപ്പെടുന്ന പെണ്ണുങ്ങളെ മുഴുവനും വ്യഭിചരിച്ചിരുന്ന ഫുളൈൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്ത് കേട്ടപ്പോ കണ്ണുകളോട് അവിടുന്ന് പെണ്ണിന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങി പോവുകയാ. അവസാനം ഫുളൈൽ ആരായെന്ന് ചരിത്രം വായിച്ചു നോക്കണോ? ജീവിതത്തിൽ മാറ്റം വരുത്തിയത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിലെ ഒരായത്തായിരുന്നു. എന്തിനാ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ആരാണ് ഖത്താബിന്റെ മകൻ ഉമർ എന്നറിയോ? ക്രൂരനായ ഉമർ. ഉമർ നന്നായത് ഖുർആനിലെ ഒരായത്ത് കേട്ടിട്ടാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കേട്ടിട്ടല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് നന്നായത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുക്കുമെന്ന് പറഞ്ഞു പോയ ഉമർ ഇബ്നുൽ ഖത്താബ്. ആരാ ഉമർ എന്നറിയോ? ആരാ ഉമർ എന്നറിയോ?
ഉറങ്ങാതെ ഇരിക്കുന്ന മക്കളോട് ഉമ്മമാര് പറയാറുണ്ട്, ഖത്താബിന്റെ മകൻ ഉമർ വരുന്നെന്ന് പറഞ്ഞ കുഞ്ഞുങ്ങൾ പോലും പേടിച്ച് ഉറങ്ങുമായിരുന്നു. ഉമറിന്റെ ചരിത്രം വായിച്ചു നോക്ക്. ഉമറിന്റെ അയൽവാസിയായ ഒരു മനുഷ്യനോട് ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. അയൽവാസി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്റെ വീടിന്റെ മുമ്പിൽ കെട്ടിയിട്ടിരിക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറ, ഈ നിൽക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറ, ഞാൻ വിശ്വസിക്കാൻ തയ്യാറാണ്. എന്നാ ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമാകില്ല. അങ്ങനെ കാട്ടാളനെ പോലെ ജീവിച്ചിരുന്ന ഉമറിന്റെ ഹൃദയത്തിലേക്ക് ഹിദായത്തിന്റെ വഴി തുറന്ന ആയത്തേതാ? വിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് ത്വാഹയാണ് ഖത്താബിന്റെ മകൻ ഉമറിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയതെന്ന് ചരിത്രങ്ങൾ പഠിപ്പിച്ചു തരുമ്പോ ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കടോ. എന്തേ നമുക്ക് മാറ്റം വരുത്താത്തത്? എന്തേ നമുക്ക് മാറ്റം വരാത്തത്? എന്തേ നമ്മൾ നന്നാകാത്തത്? എന്തേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അല്ലാഹുവിനെ ഭയമില്ലാതെ പോയത്? മരണവും ഖബറും നരകവും പരലോകവും മസ്റയും സിറാത്തും മീസാനും ഓർമ്മയില്ലാതെ പോകാനുള്ള കാരണം എന്താ? നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കാറില്ലല്ലോ. ആരെങ്കിലും പറഞ്ഞു തന്നാ ഒരു ചെവിയിലൂടെ കേട്ടും മറു ചെവിയിലൂടെ കളയുകയാ. കളിയാണ്, തമാശയാണ്, നിസാരമാണ്, നിസാരമാണ്. അതിനെ പരിഗണിക്കുന്നില്ലല്ലോ. അപ്പൊ അല്ലാഹു തന്ന ശിക്ഷ എന്താ? എനിക്കും നിങ്ങൾക്കും തന്ന ശിക്ഷ എന്താ? അല്ലാഹുവിന്റെ കലാമിനെ പരിഗണിക്കാതെ വന്നപ്പോ തന്ന ശിക്ഷ എന്താണ്? വഅദ് കേൾക്കാമെന്നിരിക്കുന്ന കണപ്പാപ്പയോട്, ഈ വഅദ് കേൾക്കാമെന്ന ഉപ്പയോട് ഞാൻ ചോദിക്കട്ടെ, എന്റെ ഉമ്മയോട് ഞാൻ ചോദിക്കട്ടെ, വാപ്പാ നിനക്ക് വീടുണ്ട്, നിനക്ക് കാറുണ്ട്, നിനക്ക് മക്കളുണ്ട്, നിനക്ക് സമ്പത്തുണ്ട്, അല്ലാഹുവേ നിനക്ക് ഭാര്യയുണ്ട്, അല്ലാഹു നിനക്ക് ഒരുപാട് നിഅമത്ത് ചെയ്തു തന്നിട്ടുണ്ട്. വഅദ് കേൾക്കാമെന്ന ഉമ്മ, ധരിക്കാൻ സ്വർണമില്ലേ, കഴിക്കാൻ ഭക്ഷണമില്ലേ, കിടക്കാൻ വീടില്ലേ, നിനക്ക് ഭർത്താവില്ലേ, നിനക്ക് മക്കളില്ലേ, അല്ലാഹു നിനക്കെല്ലാം തന്നല്ലോ, അല്ലാഹു നിങ്ങൾക്കെല്ലാം തന്നല്ലോ. എന്നാ പെങ്ങളെ സമാധാനമുണ്ടോ? എന്റെ ഉപ്പയോട് ചോദിക്കട്ടെ, നിനക്ക് അല്ലാഹു എല്ലാം തന്നിട്ടും നിനക്ക് സമാധാനമുണ്ടോ? ലക്ഷങ്ങളെ ചെലവഴിച്ച് വീട് പണിതിട്ട് ആ വീടിനകത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടോ? നീ തന്നെ പറയുന്നില്ലേ, മരിച്ചാ മതിയായിരുന്നു പടച്ചവനെ, മരിച്ചാ മതിയായിരുന്നു പടച്ചവന്. അല്ലാഹു എല്ലാം തന്നിട്ടും നീ പറയുന്നല്ലോ. അതിന്റെ കാരണം എന്തേ മനസ്സിലാകാത്തത്? അതിന്റെ കാരണം എന്തേ മനസ്സിലാകാത്തത്? അല്ലാഹു എല്ലാം തന്നിട്ടും മരിക്കാൻ തോന്നുന്നില്ലേ, മരിച്ചാ മതിയെന്ന് ആഗ്രഹിക്കുന്നില്ലേ? അതിന്റെ കാരണം നിനക്കതൊരു ശിക്ഷയാ സഹോദരാ, നിനക്ക് ശിക്ഷയാ സഹോദരാ, നിനക്ക് ശിക്ഷയാ പെങ്ങള്. ഏതിന്റെ ശിക്ഷയെന്നറിയോ? കള്ള് കുടിച്ചതിന്റെ ശിക്ഷയല്ല, വ്യഭിചരിച്ചതിന്റെ ശിക്ഷയല്ല, പലിശ തിന്നതിന്റെ ശിക്ഷയല്ല, ശിർക്ക് ചെയ്തതിന്റെ ശിക്ഷയല്ല, അല്ലാഹുവിനെ നിന്ദിച്ചതിന്റെ ശിക്ഷയല്ല, നിസ്കരിക്കാത്തതിന്റെ ശിക്ഷയല്ല. പിന്നെ ഏതിന്റെ ശിക്ഷയെന്നറിയുമോ? അല്ലാഹുവിന്റെ കലാമിനെ പരിഗണിക്കാത്തതിന് അല്ലാഹു നിനക്ക് തന്ന ശിക്ഷയാ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഞാൻ വെറുതെ പറഞ്ഞതല്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാ. സിറാജ് ചുമ്മാതെ കയ്യിൽ നിന്ന് പറഞ്ഞതല്ല, ഇത് അല്ലാഹു നിനക്ക് തന്ന ശിക്ഷയാണ്. അതിന്റെ കാരണം ഖുർആനിനെ പരിഗണിക്കാത്തതാണ്. ഇതാര് പറഞ്ഞതെന്നറിയുമോ? വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻഖാ വനഹ്സുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ
حسرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. വന്നിരിക്കുന്ന ആൾക്കാരോട് പൈസ ഉണ്ടോ, കാറുണ്ടോ, വീടുണ്ടോ, ഭാര്യയുണ്ടോ, മക്കളുണ്ടോ, കച്ചവടമുണ്ടോ, അല്ലാഹ് നിനക്കെല്ലാം തന്നു, എന്നാ സമാധാനമുണ്ടോ? സമാധാനമുണ്ടോ? നീ തന്നെ പറയുന്നില്ലേ ഇതെന്ത് ജീവിതമല്ല, ഇതെന്ത് ജീവിതമല്ല. സ്വർണമുണ്ട്, പർദ്ദയുണ്ട്, കാറുണ്ട്, വീടുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, എല്ലാം അല്ലാഹ് നിനക്ക് തന്നു. എന്നിട്ട് നിനക്ക് എന്ത് സമാധാനമുള്ള ജീവിതമില്ലാത്തത്? അതിന്റെ കാരണം നീ ഖുർആനിനെ പരിഗണിക്കാത്തതാ. അല്ലാഹ് പറയുകയാ വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ വൻകാ. ഒന്ന് അല്ലാഹു നിന്റെ കച്ചവടം, നിന്റെ ബിസിനസ് സർവ്വതും അല്ലാഹു തകർത്ത് കളയും. നിന്റെ ജീവിതം അല്ലാഹു തകർക്കും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്, ആ കലാമിന് കൊടുക്കേണ്ട സ്ഥാനവും മഹത്വവും കൊടുക്കാതെ വരുമ്പോ നീ സമാധാനത്തോടെ ജീവിക്കണ്ട. നീ സമാധാനത്തോടെ ജീവിക്കണ്ട. നിന്റെ ജീവിതം കഴിഞ്ഞു. നിനക്ക് സന്തോഷമുള്ള ഒരു ജീവിതം അല്ലാഹു തരില്ല. കാരണം നീ ഖുർആനിനെ അവഗണിച്ചവനാ, അല്ലാഹുവിന്റെ ഖുർആനിനെ നിസ്സാരമാക്കിയവനാ. സന്തോഷമുള്ള ജീവിതം അല്ലാഹു തരില്ല വാപ്പാ നിനക്ക്. നിനക്കൊരിക്കലും സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം അല്ലാഹു നിനക്ക് തരില്ല. ഇത് അല്ലാഹു ദുനിയാവിൽ തരുന്ന ശിക്ഷ. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ വൻകാ. തീരുവോ? തീരില്ല. ദുനിയാവിൽ തീർന്നോ? തീരില്ല. അല്ലാഹു പറയുകയാണ് പിന്നെ നിനക്ക് അല്ലാഹു തരുന്ന ശിക്ഷ നിന്റെ ദുനിയാവ് പോയി. ഇവിടെ കിടന്ന് നരകിച്ച് നിന്റെ ജീവിതം ഈമാനില്ലാതെ നഷ്ടപ്പെടുകയാണ്. ഈമാനില്ലാതെ മരിച്ചുപോയി പെങ്ങള്, ഈമാനില്ലാതെ മരിച്ചുപോയി പെങ്ങള്. എന്നാൽ അല്ലാഹു തരുന്ന രണ്ടാമത്തെ ശിക്ഷ എന്താ? ഖാല റബ്ബി ലിമ ഹസറതനി അഅമാ. പടച്ചവനെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറത്ത് പറയുന്ന കാഹളത്തിന് രണ്ടാമത് ഊതുമ്പോ പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, മലതാരങ്ങളിൽ കുടികുത്തി വെച്ച് വരുന്നവർ, മലയോളം വലിപ്പമുള്ള വയറ് വലിച്ചു കൊണ്ടുവരുന്നവർ, എടുത്തു നാറിയവരെ പോലെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് ജനങ്ങളെ കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ ഖുർആനിനെ കളിയാക്കുന്നവനുണ്ടല്ലോ, അതിനെ അവഗണിക്കുന്നവനുണ്ടല്ലോ, അതിനെ സാരമായി കാണുന്നവനുണ്ടല്ലോ, അവൻ നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ അവന്റെ കണ്ണ് കാണൂല, അവന്റെ കണ്ണ് കാണൂല, അവന്റെ ചെവി കേൾക്കൂല. അന്ധനെ പോലെ വരികയാണ് അല്ലാഹുവിന്റെ കോടതിയിലേക്ക്. ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ തപ്പി തടന്നവനെ പോലെ, കണ്ണ് കാണാത്തവനെ പോലെ എഴുന്നേൽക്കുകയാണ്. നീ തന്നെ അല്ലാഹുവിനോട് ചോദിക്കുകയാ, നീ തന്നെ അല്ലാഹുവിനോട് ചോദിക്കുകയാ, അല റബ്ബി ലിമ ഹസറതനി അഅമാ വഖദ് കുന്തു ബസീറാ. അല്ലാഹുവേ എനിക്ക് കണ്ണ് കാണുമായിരുന്നല്ലോ അല്ലാഹ്, എനിക്ക് ചെവി കേൾക്കുമായിരുന്നല്ലോ അല്ലാഹ്, ദുനിയാവിലൊരു കുഴപ്പവുമില്ലായിരുന്നല്ലോ റബ്ബേ. എന്നാൽ ഇന്ന് കണ്ണ് കാണുന്നില്ല അല്ലാഹ്, ഇന്ന് ചെവി കേൾക്കുന്നില്ല അല്ലാഹ്. എനിക്ക് എന്തു പറ്റി പടച്ചവന്, എനിക്ക് എന്തു പറ്റി പടച്ചവന്? അല്ലാഹ് പറയുകയാ, കാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലിക അൽയൗമ തുൻസാ. നീയൊക്കെ ഖുർആൻ ഓതിയപ്പോ, അല്ലാഹുവിന്റെ കലാം നിനക്കൊക്കെ ഓതി കേൾപ്പിച്ചു തന്നപ്പോ നീ പൊട്ടനെ പോലെ നടന്നവനല്ലേ, ചെവി കേൾക്കാത്തവനെ പോലെ പൊട്ടുന്ന സ്വരത്തിൽ ഉസ്താദന്മാര് അല്ലാഹുവിന്റെ കലാം ഓതിയിട്ട് അർത്ഥം പറഞ്ഞു തന്നപ്പോ നീ കളിയാക്കിയില്ലേടാ. ഇതൊക്കെ പിരിക്കാനുള്ള അടവാണെന്ന്, ഇതൊക്കെ ചുമ്മാതെ പറയുന്നതാണെന്ന് നീ കേൾക്കാത്തവനെ പോലെ അഭിനയിച്ചില്ലേ. അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് അല്ലാഹുവിന്റെ പള്ളിക്ക് കൊടുക്ക്, പാവങ്ങൾക്ക് കൊടുക്ക്, സദഖ കൊടുക്ക്, സക്കാത്ത്
സക്കാത്ത് കൊടുക്ക്. ഉസ്താദന്മാര് ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് നിനക്ക് പറഞ്ഞു തന്നപ്പോ നീ കാണാത്തവനെ പോലെ അഭിനയിച്ചവനല്ലേ, നീ കാണാത്തവനെ പോലെ അഭിനയിച്ചവനല്ലേ. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, നാളെ പടച്ച റബ്ബ് നിന്നെ കൈവിടുകയാണ്. അന്ധനെ പോലെ, കണ്ണ് കാണാത്തവനെ പോലെ, ചെവി കേൾക്കാത്തവനെ പോലെ അല്ലാഹു നാളെ പരലോകത്തേക്ക് നിന്നെ കൊണ്ടുവരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ സ്നേഹം വേണോ, അല്ലാഹുവിന്റെ സ്നേഹം വേണോ, അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടണോ, അതിനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആനാണ് ഓതുന്നുള്ള ബോധം നിനക്ക് വേണേ. ഞാൻ ഓതുന്നത് അല്ലാഹുവിന്റെ കലാമാ, അല്ലാഹുവിന്റെ കലാമാണ് ഞാൻ പാരായണം ചെയ്യുന്നത്. ഞാൻ കേൾക്കുന്നത് അല്ലാഹുവിന്റെ ഖുർആനാ. ഇത് ഒന്നുമില്ലാതെ തുടരുത്, ഇതിനിടയിൽ സംസാരിക്കരുത്. ഇത് ഓതുമ്പോ നീ കിബിലയുടെ നേരെ ഇരുന്ന് വേണം പാരായണം ചെയ്യാൻ. ഇത് അല്ലാഹുവിന്റെ കലാമാണ് എന്ന ചിന്തയോട്, എന്ന ബഹുമാനത്തോട് നീ ഖുർആൻ കേൾക്കുകയും പാരായണം ചെയ്യുകയും ചെയ്താ നിനക്ക് അല്ലാഹുവിന്റെ സ്നേഹം ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ